ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങി. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിലേക്ക് ആവേശത്തിൻ്റെ അഗ്നി പടർത്തിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവം ജൂൺ 11 വ്യാഴാഴ്ച തുടങ്ങി. ആദ്യത്തെ കളി മെക്സിക്കോയിലെ എസ്റ്റേഡിയ ആസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ആ ഉദ്ഘാടന കളിയിൽ മെക്സിക്കോ ടീം 2 ഗോളിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. നല്ല തുടക്കം. ബ്രസീലും ജർമ്മനിയും സ്പെയിനും ഒക്കെ മലയാളികളുടെ ദിനങ്ങൾ കവർന്നു കഴിഞ്ഞു. പ്രാരംഭഘട്ട മത്സരങ്ങളിൽ ഓരോരുത്തരും ബലാബലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ജർമ്മനി ഒരു മത്സരത്തിൽ 7 ഗോൾ നേടി. പക്ഷേ കളിച്ചത് ഒരു ചെറിയ രാജ്യമായ കുറോസോവയോടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം തന്നെ. USA, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നു എന്നുള്ളതാണ് ഈ 23ാമത് ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫിഫ ചരിത്രത്തിൽ ആദ്യമായാണ് 3 വൻ ശക്തികൾ ചേർന്ന് ഒരു ലോകകപ്പിന് വേദി ഒരുക്കുന്നത്. ഇതിൽ മെക്സിക്കോയിലെ പ്രശസ്ത എസ്റ്റാഡിയ ആസ്റ്റിക്ക സ്റ്റേഡിയം 3 വ്യത്യസ്ത ലോകകപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതായത് 1970, 1986, ഇപ്പോൾ 2026 എന്നീ വർഷങ്ങളിൽ വേദിയാകുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം എന്ന ചരിത്ര നേട്ടമാണ് മെക്സിക്കോയിലെ ഈ സ്റ്റേഡിയം സ്വന്തമാക്കുന്നത്. ആതിഥേയ രാജ്യങ്ങളിലെ കളിക്കാർക്കെല്ലാം സ്വന്തം കാണികൾക്ക് മുന്നിൽ ബൂട്ട് കെട്ടാനുള്ള അസുലഭ അവസരവും ഇത്തവണയുണ്ട്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ടൂർണമെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 32-ൽ നിന്ന് 48 ഉയർത്തിയോടെ മത്സരങ്ങളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയുണ്ടായി. ആകെ 104 പോരാട്ടങ്ങളാണ് ഇത്തവണ ആരാധകരെ കാത്തിരിക്കുന്നത്. മുൻപ് നടന്ന ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ 8 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 12 കൂട്ടിയിട്ടുണ്ട്. ജൂൺ 20-ന് മൊണ്ടേറയിൽ നടക്കുന്ന ട്യൂണീഷ്യ ജപ്പാൻ മത്സരം ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ 1000ാമത് മത്സരമായി മാറും എന്ന സവിശേഷതയുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ കരുത്തരായ ചിലി ടീം തുടർച്ചയായി 3ാം തവണ ഇക്കുറിയും യോഗ്യത നേടിയിട്ടില്ല. എന്നാൽ കോങ്കോയും ഹെയ്ത്തിയും 52 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അമേരിക്കയുടെ 250ാം വാർഷിക ദിനമായ ജൂലൈ 4-ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരം ലോക ശ്രദ്ധ ആകർഷിക്കും. വെറും 1.5 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള രാജ്യമായ കുറോസോവ ഇത്തവണ യോഗ്യത നേടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിശാലമായ 3 രാജ്യങ്ങളിലായി മത്സരങ്ങൾ ക്രമീകരിക്കുന്നതിനാൽ ടീമുകൾക്കും ആരാധകർക്കും വൻ യാത്രാ ദൂരങ്ങൾ നേരിടേണ്ടി വരും. ഫിഫ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ വേദികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ള ടൂർണമെൻ്റാണിത്. ആതിഥേയ നഗരങ്ങളായ ടൊറൻഡോയും വാൻകൂവറും തമ്മിലുള്ള ദൂരം മാത്രം 4375 കിലോമീറ്ററാണ്. യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടും സമയനഷ്ടവും കുറയ്ക്കാൻ ഇത്തവണ ടൂർണമെൻറ്റ് മേഖലാ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കിഴക്ക്, മധ്യ, പടിഞ്ഞാറൻ മേഖലകളിലായി മത്സരങ്ങൾ വിഭജിച്ചിരിക്കുന്നു. അമേരിക്കയിലെ കനത്ത ചൂട് പരിഗണിച്ച് കളിക്കാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ആശ്വാസ നടപടികൾ ഇത്തവണ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളിസ്ഥലങ്ങളിലെ കടുത്ത താപനിലയെ പ്രതിരോധിക്കാൻ മത്സരത്തിൻ്റെ 2 പകുതികളിലും 3 മിനിറ്റ് വീതമുള്ള ഹൈഡ്രേഷൻ ബ്രേക്കുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആതിഥേയ രാജ്യങ്ങളിലെ കാലാവസ്ഥാ വ്യത്യാസവും ശ്രദ്ധേയമാണ്. ജൂൺ മാസത്തിൽ ഹൂസ്റ്റണിൽ 38 ഡിഗ്രി അനുഭവപ്പെടുമ്പോൾ വാൻകൂവറിൽ അത് വെറും 18 ഡിഗ്രി മാത്രമായിരിക്കും. സുതാര്യവും കൃത്യവുമായ തീരുമാനങ്ങൾക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇത്തവണ കളിക്കളത്തിൽ ഒരുക്കുന്നത്. ഓഫ് സൈഡ് തീരുമാനങ്ങൾ വേഗത്തിലാക്കാൻ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സെറ്റ് ടെക്നോളജിയും ഇത്തവണ സഹായത്തിനെത്തും. ഇതോടൊപ്പം റഫറിമാരെ സഹായിക്കാൻ പ്രത്യേക റഡാർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. കൂടാതെ കളി നിയന്ത്രിക്കാൻ 11 റഫറിമാരുടെ പാനൽ ആണുള്ളത്. ഇതിൽ USA-യിൽ നിന്ന് 3 പേരും മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് 2 പേരും റഫറികൾ ആയിട്ട് ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഗോൾ കിക്ക്, സബ്സ്റ്റിറ്റ്യൂഷൻ, ത്രോ-ഇൻ എന്നിവയുടെ പേരിൽ അധികം സമയം ചെലവഴിച്ചാൽ കാത്തിരിക്കുന്നത് കർശനമായ നടപടികളായിരിക്കും. ഫിഫയുടെ ഈ ലോകകപ്പിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. റെക്കോർഡ് തുകയായ 1100 കോടി US ഡോളറാണ് ടൂർണമെൻറ്റിലൂടെ ഫിഫ ലക്ഷ്യമിടുന്നത്. അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപ. കാണികളുടെ എണ്ണത്തിലും ഇത്തവണ വലിയ റെക്കോർഡുകൾ പിറക്കുമെന്നാണ് സംഘാടകർ വിലയിരുത്തുന്നത്. മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള ടിക്കറ്റുകൾക്കായി ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്ന്
ഇതുവരെ 15 കോടി അപേക്ഷകൾ ഫിഫയ്ക്ക് ലഭിച്ചു. ഇത്തവണത്തെ ഫൈനൽ മത്സരത്തിന്റെ VIP കാറ്റഗറി ഡാഷ് സീറ്റിംഗ് ടിക്കറ്റ് വില റെക്കോർഡ് തുകയായ 25 ലക്ഷം രൂപയാണ്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം അമേരിക്കയിലുള്ള ഡെല്ലാസിലെ AT&T സ്റ്റേഡിയം ആണ്. ഇവിടെ ഒരേ സമയം 94,000 പേർക്ക് ഇരുന്ന് കളി കാണാൻ സാധിക്കും. അതേസമയം മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ ആസ്റ്റക്ക സ്റ്റേഡിയത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7,300 അടി ഉയരമുണ്ടെന്ന് ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. 2 സ്റ്റേഡിയങ്ങൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയവും ഫിലാഡൽഫിയയും തമ്മിൽ ആണ്. ഇത് വെറും 10 മൈൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. കാണികൾക്കായി എല്ലാ സ്റ്റേഡിയങ്ങൾക്കും പുറത്ത് വമ്പൻ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് ലയോണൽ മെസ്സി. അതാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. ഇത്തവണ കളിക്കാൻ ഇറങ്ങുന്നതോടുകൂടി മെസ്സി തൻ്റെ സ്വന്തം റെക്കോർഡ് വീണ്ടും തിരുത്തി കുറിക്കും. കൂടാതെ ഈ ലോകകപ്പിൽ ഒരു ഗോൾ നേടിയാൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്നുള്ള ബഹുമതി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തമാകും. ഖത്തർ ലോകകപ്പിന് മുമ്പ് 2 മത്സരങ്ങൾ മാത്രം കളിച്ചിരുന്ന പല കളിക്കാരും ഇത്തവണ 7ഓളം മത്സരങ്ങൾ കളിച്ച് പരിചയസമ്പത്തുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ക്വാർട്ടർ ഫൈനലിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ബ്രസീലിന് ഇക്കുറി അത് സാധ്യമാകുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത കായിക ബ്രാൻഡായ അഡിഡാസ് ആണ്. ഒട്ടനവധി സവിശേഷതകളുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പന്തിന്റെ പേര് ONSE എന്നാണ്. 3 രാജ്യങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ നിയന്ത്രിക്കാനും മറ്റ് സഹായങ്ങൾക്കുമായി 50,000 ഫിഫ വോളണ്ടിയർമാരെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാനഡ ആദ്യമായി ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കായിക വിപ്ലവത്തിനാകും ഈ ലോകകപ്പ് തുടക്കം കുറിക്കുക. കളി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാത്രം എത്തുകയും കളി തീർന്ന മണിക്കൂറുകൾക്കകം മെക്സിക്കോയിലേക്ക് പോകണം എന്നുമുള്ള കർശന നിർദ്ദേശങ്ങളാണ് അമേരിക്ക ഇറാൻ ടീമിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. 1930 തുടങ്ങിയ ഫിഫ വേൾഡ് കപ്പിന്റെ 23ാമത് എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 19 ന്യൂയോർക്കിൽ വെച്ചാണ് അവസാന മത്സരം. ഇനിയും കൂടുതൽ പന്തുകളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.